അരുൺകുമാർ, ഇതാ ലോകം വീണ്ടും ഒരു മാതൃക കാട്ടുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ലോകത്തിന് മാതൃകയായ പല നേട്ടങ്ങളും കയ്യെത്തിപ്പിടിച്ച നമ്മൾ പുനരധിവാസം എങ്ങനെയാകണം, അതിജീവിതരെ എങ്ങനെയാണ് അവരെ ജീവിതത്തിൻ്റെ പുതിയ വഴികളിലേക്ക് നടത്തിക്കൊണ്ടു പോകുക എന്നൊക്കെ പാതകൾ നമ്മൾ കാട്ടിക്കൊടുക്കുകയാണ്. നിങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങൾ കരുതുന്നത് ഇങ്ങനെയാണെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഈ 178 വീടുകളുടെ ഗുണഭോക്താക്കൾക്കുള്ള അവരുടെ നറുക്കെടുപ്പ് നടന്നത്, ഈ ബുധനാഴ്ച നടക്കാൻ പോകുന്ന താക്കോൽദാന കർമ്മത്തെക്കുറിച്ച്? എല്ലാം നഷ്ടപ്പെട്ട ചൂരൽമല മുണ്ടക്കൈ നിവാസികളെ ഹൃദയത്തോട് ചേർന്ന് സംരക്ഷിച്ചുകൊണ്ട് ഒരു തരത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായമൊന്നും കിട്ടാത്ത സാഹചര്യത്തിലും ആ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ ഇടപെടലാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ 25-ാം തീയതി 174 പേർക്ക് വീട് കൊടുത്തുകൊണ്ട് പൂർത്തീകരിക്കുന്നത്. മാസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റു ഭൂരിഭാഗം വീടുകളും പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ആദ്യത്തെ ഒരു കൊല്ലത്തോളം തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടി കോടതി നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി. ഹൈക്കോടതി, സുപ്രീം കോടതിയിലൊക്കെ പോയി അവസാനം സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷമാണ് ഹൈക്കോടതിയിൽ ഉത്തരവ് വന്ന അതേ ദിവസം തന്നെ നമ്മൾ പണം കെട്ടിവെക്കുകയും ഭൂമി ഏറ്റെടുക്കൽ അന്ന് അർദ്ധരാത്രി പൂർത്തീകരിക്കുകയും ചെയ്തു. ശരിക്കും വയനാട്ടിന്റെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത അനുസരിച്ച് നവംബർ മാസം മുതൽ മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞത്. 2500ഓളം തൊഴിലാളികൾ രാത്രിയും പകലും ഷിഫ്റ്റായിട്ട് നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ടൗൺഷിപ്പ് ഉയരുന്നത്. 174 വീടുകൾ പൂർത്തീകരിക്കുന്നു. മുഴുവൻ വീടുകളുടെയും കോൺക്രീറ്റ് പൂർത്തീകരിച്ചു. സ്കൂള്, അതുപോലെ തന്നെ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള ആശുപത്രികൾ, അംഗൻവാടികൾ, അതുപോലെ അമ്യൂണിറ്റി സെന്ററുകൾ, അതുപോലെ തന്നെ ജലസേചന പദ്ധതികൾ, ഖരദ്രവ്യ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ജൂലൈ മാസം 30-ാം തീയതിയാണ് ദുരന്തമുണ്ടായത്. ഓഗസ്റ്റ് 10-ന് തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചൂരൽമലയിലെത്തി. കുട്ടികളെ ചേർത്ത് പിടിച്ച് ഒരു റീലൊക്കെ നിർമ്മിച്ച് പ്രചരിപ്പിച്ചിട്ട് പണത്തിന്റെ കുറവ് കൊണ്ട് ഒരിക്കലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, നാടിനെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടില്ല എന്ന വാഗ്ദാനമൊക്കെ നൽകി തിരിച്ചുപോയി. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും ദുരന്തബാധിതരായ ജനങ്ങൾക്ക് തരുന്ന സാഹചര്യം ഉണ്ടായില്ല. നിങ്ങളുടെ ദുരിതാശ്വാസ ഫണ്ടിലുള്ള പണമെടുത്ത് ചെലവഴിക്കൂ എന്നൊക്കെ പറഞ്ഞു ഹൈക്കോടതിയാണെങ്കിൽ പല ഘട്ടത്തിലും ആ ദുരന്തബാധിതരുടെ കടം എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരെ നിശ്ചിതമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും അവസാനം വളരെ തുച്ഛമായിട്ടുള്ള തുക മാസങ്ങൾക്ക് ശേഷം തന്നു എന്നതല്ലാതെ ഒരു തരത്തിലും ആ ദുരന്തബാധിതരെ സഹായിക്കുവാനോ നാടിനെ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഭാഗവാക്കാകുവാനോ തയ്യാറായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾ കുടുക്ക പൊട്ടിച്ചും, അതുപോലെ വീട്ടമ്മമാർ ആടിനെ വിറ്റും പശുവിനെ വിറ്റും, അതുപോലെ തന്നെ യുവജന സഖാക്കൾ കഠിന പ്രയത്നത്തിലൂടെ വീട്ടുജോലിയും തടികൾ ചുവന്നും കൂലിപ്പണിയെല്ലാം എടുത്ത് സമ്പാദിച്ച പണം, ആ പണം കൃത്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. വാഗ്ദാനം ചെയ്ത പലരും, പ്രത്യേകിച്ച് UDF, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഒക്കെ ചതിക്കുന്ന സാഹചര്യമുണ്ടായി, ജനവഞ്ചന നടത്തുന്ന സാഹചര്യമുണ്ടായപ്പോഴും എത്ര മാതൃകാപരമായിട്ടാണ് ഓരോ വീടിന്റെയും പണി പൂർത്തീകരിക്കുന്നത്. ആദ്യം മാതൃകാ വീട് നിർമ്മിച്ച് അത് എല്ലാവർക്കും കാണുവാനുള്ള അവസരം കൊടുത്തപ്പോൾ ആ മാതൃകാ വീടിന് സൗകര്യമില്ല, ഇതേതോ തട്ടിക്കൂട്ട് വീടാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചരണം വന്നു. പക്ഷെ 1000 സ്ക്വയർ ഫീറ്റ്, 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം, അതുപോലെ തന്നെ ലിവിംഗ് റൂം, ഡൈനിങ് റൂം, പഠനമുറി, അതുപോലെ അടുക്കളയുടെ സൗകര്യങ്ങൾ, 2ാം നിലയിലേക്ക് പണിയുവാനുള്ള സ്ട്രക്ചർ, ഏറ്റവും അടിയിലേക്ക് നീണ്ടുള്ള അടിത്തറയുള്ള വീടുകൾ, അത്തരത്തിൽ വീണ്ടും വിവരണങ്ങൾ കൃത്യമായി പുറത്തു വന്നപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജി, മെറ്റീരിയൽസ് എല്ലാം കണക്കുകൾ സഹിതം പുറത്തു വന്നപ്പോഴാണ് ഈ നുണപ്രചരണം എല്ലാം അവസാനിപ്പിച്ചത്. ഇപ്പോ നുണപ്രചാരകരുടെയും എല്ലാവരുടെയും വായടപ്പിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായി 178 പേർക്ക് വീട് കൈമാറുകയാണ്. ഇന്നിപ്പോ അതിന്റെ നറുക്ക് നടന്നു. നറുക്ക് കിട്ടിയ വീട്ടമ്മമാരെല്ലാം ആ നറുക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ എത്രയോ പേരുടെ കണ്ണുനീര് വീണു. എല്ലാം നഷ്ടപ്പെട്ടവരെ ഗവൺമെന്റ് കൊടുത്ത വാക്കു പാലിച്ച് ഇത്രയും വേഗത്തിൽ വളരെ സമയബന്ധിതമായിട്ട് അവരെ പുനരധിവസിപ്പിക്കുക, സ്വന്തം വീട്ടിലേക്ക് മാറ്റുക എന്നത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിച്ചിരുന്നു. വാടക വീടെടുത്ത് അതിലേക്ക് താമസിപ്പിച്ചു. അവരുടെ വാടക കൃത്യമായിട്ട് ഗവൺമെന്റ് കൊടുത്തു. ഒരു വ്യക്തിക്ക് 300 രൂപ വീതം, ഒരു കുടുംബത്തിലേക്ക് 600 രൂപ വീതം ദിവസം കൊടുത്തു. അങ്ങനെ പുനരധിവാസ പ്രക്രിയ നേരത്തെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായി ദുരിതാശ്വാസ ക്യാമ്പ് അവസാനിപ്പിച്ചപ്പോൾ തന്നെ പൂർത്തീകരിച്ചതാണ്. പക്ഷെ അവരെ സ്വന്തം വീട്ടിലേക്ക് എല്ലാവിധ ടൗൺഷിപ്പ് സൗകര്യത്തോടെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ ഇതുപോലെ ദുരന്തം ഉണ്ടായിട്ടുണ്ട്, മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും സ്ഥലത്ത്, ഏതെങ്കിലും സംസ്ഥാനത്ത്, ഏതെങ്കിലും രാജ്യത്ത് ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ
ഒന്ന് ചിന്തിക്കാൻ പോലും അവിടത്തുകാർക്ക് കഴിയില്ല. കാരണം ഇവിടെ 526ഓളം പേരാണ് ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ. അതിൽ 115 പേർ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ടൗൺഷിപ്പിനോട് ചേർന്ന് വേണ്ട, ഞങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളോടൊപ്പം ആവാസ വ്യവസ്ഥയിൽ താമസിക്കണം എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപ വീതം കൈപ്പറ്റി ബാക്കി മുഴുവൻ ആളുകൾക്കും വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ഗവൺമെന്റ് ഏറ്റെടുത്തത്. ഇപ്പോൾ അത്തരത്തിൽ ഗവൺമെന്റിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങിച്ചവർ വരെ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെ വീട് വേണം, മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം തെറ്റായ പ്രചരണത്തിൽ ഞങ്ങൾ വീണുപോയി, ഗവൺമെന്റ് ഇതൊന്നും പൂർത്തീകരിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെ 100 വീട്, കേരളത്തിലെ കോൺഗ്രസിന്റെ 100 വീട്, അതുപോലെ കർണാടകത്തിലെ ഗവൺമെന്റിന്റെ 100 വീട് എന്നൊക്കെ ഉള്ള മോഹന വാഗ്ദാനത്തിൽപ്പെട്ടാണ് 115 പേരോളം അന്ന് ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞത്. ഇപ്പോൾ അവരടക്കം വന്ന് ഞങ്ങൾക്ക് വീട് വേണം, ഈ 15 ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞതായി ഇന്ന് വയനാട്ടിലെ കളക്ടർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ മാതൃകാ പദ്ധതിക്ക് നാട് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു, വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് പോവുകയാണ്, വാക്ക് കൃത്യമായി ഗവൺമെന്റ് പാലിക്കുകയാണ്. ഒരു ടൗൺഷിപ്പിൽ എല്ലാ സൗകര്യത്തോടെ ഈ ദുരന്ത ബാധിതരെ ദുരന്തം കഴിഞ്ഞ് 1.5 വർഷത്തിനുള്ളിൽ പുനരധിവസിപ്പിക്കാൻ കഴിയുന്നു. അതിൽ 1 വർഷം കേസും മറ്റു കാര്യങ്ങളുമായിട്ട് പോയി, ബാക്കി 6 മാസം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുനർനിർമ്മാണ പ്രക്രിയ എത്ര വേഗത്തിൽ പൂർത്തീകരിച്ചത്. ഏതായാലും റവന്യൂ വകുപ്പ്, മുഖ്യമന്ത്രി, ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ, ഇതിലായിട്ട് സഹായം നൽകിയ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ 25ന്റെ ഈ ഭവന നിർമ്മാണ കൈമാറ്റത്തെ വളരെ സന്തോഷത്തോടെ ആ മുഹൂർത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്.